ഹോളിവുഡ് സിനിമകളിലെ അവതാർ പോലത്തെയുള്ള സിനിമകളാണെങ്കിൽ പിന്നെ ആൾ കാണും. ഇങ്ങനെയുള്ള സിനിമയൊക്കെ പൊതുവെ ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ മൂവീസ് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നിങ്ങളുടെ നമ്മളൊക്കെ ഗ്രാൻഡ് ഫാദർ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഡയറക്ടർ കൊള്ളാം. ഫസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരാൾക്കാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. നല്ല പടം, നല്ല പടം. ഇല്ല, ഫസ്റ്റ് പോലെ തന്നെയാണ്. ഇത് മോൻ വരുന്നു, അത്രേ ഉള്ളൂ വ്യത്യാസം. കൊള്ളാം, നല്ല പടം, കുഴപ്പമില്ല. ആദ്യം ഫസ്റ്റ് പാർട്ട് കണ്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് 2000 റിലീസായതാ. സെക്കൻഡ് പാർട്ട് 2027. എന്താണ് പക്ഷേ ഫസ്റ്റ് പാർട്ടിൻ്റെ ആ ഒരു ലെവൽ വരും. സത്യം ആ ഒരു ആദ്യത്തെ പ്രൈമറി കാസ്റ്റ് തന്നെ അടിപൊളിയാണ്. വേറെ വിഷയം പടം. ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ മൂവീസ് എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതിൻ്റേതായ ഫ്ലോസ് കാണും. ഫോർ മീ എൻ്റെ പെർഫെക്റ്റ് കപ്പ് ഓഫ് ടീ. നല്ല ഫിലിമാണ്. നേരം നമ്മളെ ഗ്ലാഡിയേറ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിനെ പോലെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സൗണ്ട് മിക്സിങ്, ആർട്ട് ഡയറക്ഷൻ, അഭിനേതാക്കളായാലും എല്ലാം വളരെ സൂപ്പറായിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ പണ്ട് ഗ്ലാഡിയേറ്റർ 24 കൊല്ലം മുമ്പ് ഇറങ്ങിയ സിനിമയാണ്. അന്ന് ആ വലിയ ടെക്നിക്കുകളൊന്നും ഇല്ലായിരുന്ന കാലത്ത് അതൊരു ബ്രഹ്മാണ്ഡ സിനിമയായിരുന്നു. അത്രത്തോളം നമുക്ക് ഇപ്പോഴും ആ ഫീൽ ചെയ്യില്ല. ഇപ്പോഴും പിന്നെ വിഷ്വൽ എഫക്ട്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉപയോഗിച്ച് എന്ത് വേണോ ചെയ്യാമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എൻ്റർടൈനറാണ് ഫിലിം, നന്നായിട്ടുണ്ട്. അന്നത്തെ ആ കാലം വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് വെച്ച് ഇത് വലിയൊരു ഇതായിട്ട് തോന്നില്ല. പക്ഷേ റോമൻ മിത്തോളജി എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വളരെ നല്ല മൂവി ആയിട്ടാണ് തോന്നുന്നത്. നല്ലൊരു സിനിമയാണ്. പാട്ടിന് സാധ്യതയില്ല, കാരണം മറ്റേതിലൊരു അപൂർണമായിട്ടുള്ള ഒരു കഥയായിരുന്നല്ല. ഇപ്പം എല്ലാവരും കഥ പൂർണ്ണമാക്കി നിർത്തിയിട്ടുണ്ട്. എല്ലാം സൂപ്പറായിരുന്നു. എല്ലാം ഭയങ്കര ഒറിജിനാലിറ്റിയോടെ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല, എന്ന് പറയുമ്പോൾ വിഷ്വൽ എഫക്ട്സ് ആയാലും സെറ്റായാലും എല്ലാം വളരെ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ആൾ കുറവായിരുന്നു. എനിക്കൊന്ന് പൊതുവേ ഹോളിവുഡ് സിനിമകളിലെ അവതാർ പോലത്തെയുള്ള സിനിമകളാണെങ്കിൽ പിന്നെ ആൾ കാണും. ഇങ്ങനെയുള്ള സിനിമയൊക്കെ പൊതുവേ നമ്മുടെ കേരളത്തിൽ ഓഡിയൻസ് കുറവാണ്. ആ ഒരു കുറവ് ഇന്ന് ആദ്യത്തെ ദിവസം ആയാൽ പോലും ആ ഒരു കുറവ് അനുഭവപ്പെട്ടു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അല്ല, ഇപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളതിന് വളരെ ആൾ കുറവാണ്. പൊതുവിൽ ആൾ കുറവാണ്. പിന്നെ റോമൻ മിത്തോളജി എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ഇതിനെക്കാട്ടി നല്ല സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഈ റോമൻ മിത്തോളജി പറഞ്ഞ് തന്നെ ഒരുപാട് നല്ല ഫിലിമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ടായിരിക്കാം ആൾ കുറവ്. ഗ്ലാഡിയേറ്റർ ആക്ച്വലി ഞാൻ ആദ്യം എക്സ്പെക്ടേഷൻ വെച്ചിട്ടല്ല വന്നത്. ബിക്കോസ് നോർമലി ഭയങ്കര വലിയ ഹിറ്റായ മൂവീസിൻ്റെ ഒക്കെ സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ആക്ച്വലി ഇറ്റ് ഡസൻറ്റ് ഡു ടു വെൽ. പക്ഷേ ഇത് ഇറ്റ്സ് ലൈക്ക് ബീൻ റിയലി ഡൺ ക്വൈറ്റ് വെൽ. ഞാൻ ജസ്റ്റ് ആലോചിക്കായിരുന്നു, ഐ വാസ് ഇൻ കോളേജ്. ഐ സപ്പോസ് കോളേജിലെപ്പോഴായിരുന്നു തോന്നുന്നത്. കോളേജിലായിരുന്നു വെൻ ദിസ് വാസ് ഫസ്റ്റ് റിലീസ്ഡ്. എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ കണ്ടത് ന്യൂ തിയേറ്ററിലായിരുന്നു. അത് ഭയങ്കര റഷായിരുന്നു. നമ്മളിപ്പം 3-4 കൂട്ടുകാർ പോകുന്ന പോലെ അല്ല. അന്ന് 10-12 പേരൊക്കെ ഒരുമിച്ച് ടിക്കറ്റ് ഇട്ടാൽ ഭയങ്കര പ്രയാസമൊക്കെ ആയിട്ട് പോകുന്നതായിരുന്നു. അന്ന് ഇറ്റ് വാസ് എ ഹ്യൂമങ്കസ് ഹിറ്റ്. റസൽ ക്രോ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ അറിഞ്ഞു വരുന്ന സമയമായിരുന്നു. എന്ന് വെച്ചാൽ അതിന് മുമ്പത്തെ ഇൻസൈഡർ എന്ന് പറഞ്ഞ സിനിമയിൽ അയാൾക്കൊരു നോമിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗ്ലാഡിയേറ്ററിൽ ബെസ്റ്റ് ആക്ടറുടെ നോമിനേഷൻ കിട്ടി അയാൾ ജയിച്ചു. അതിൻ്റെ നെക്സ്റ്റ് ഇയർ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്ന സിനിമയ്ക്കും നോമിനേഷൻ കിട്ടി. അതിനും അയാൾ ഓസ്കർ ജയിച്ചിട്ടുണ്ടായിരുന്നു. ആ റസൽ ക്രോയിൻ്റെ ആ ഒരു ലെഗസി ഈ സിനിമയിൽ ഈ ആക്ടറിന് അത്രയ്ക്കും കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ബട്ട് ഹി ഡിഡ് എ ഗുഡ്. വാട്ട് ഈസ് നെയിം? ന്യൂ ഗായ്, ഐ തിങ്ക് പോൾ മെസ്കൽ എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറാണ്. അതുപോലെ തന്നെ ഞാൻ ആലോചിക്കുകയായിരുന്നു ഡെൻസൽ വാഷിങ്ടണിൽ എന്തിനാണ് ഈ റോൾ ആദ്യം എടുത്തെന്ന് ആലോചിക്കുന്നത്. പക്ഷേ ആസ് ദി സ്റ്റോറി മൂവ്ഡ് ഫോർവേഡ്, സീൻസ് ഗ്രോ ചെയ്തുകൊണ്ട് വന്നു, ഇറ്റ് മെയ്ഡ് സെൻസ്. ഒരിക്കലും ഡെൻസൽ വാഷിങ്ടണിന് ഇങ്ങനത്തെ ഒരു അവതാറിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. ബട്ട് ദാറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് ആസ് വെൽ. മൂവി ആസ് എ ഹോൾ ഹാസ് ബീൻ ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കാൻ അഗെയിൻ ഐ വാസ് ജസ്റ്റ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ നമ്മളൊക്കെ ഗ്രാൻഡ് ഫാദർ ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെ എൻ്റെയും അച്ഛൻ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ കുട്ടികൾ പോലും എൻത്രോളും എൻത്യൂസ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ഈ സിനിമ എടുത്തേക്കുന്നത്, റിഡ്ലി സ്കോട്ട്. ഐ തിങ്ക് ഹി ഷുഡ് ബി ഇൻ ഹിസ് ലേറ്റ് 80s ഓർ മേ ബി ഓൾമോസ്റ്റ് 90 വയസ്സായ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഈ സിനിമ എടുത്തേക്കുന്നത്. 85-87 വയസ്സെന്തോ ആയിട്ടുണ്ട്. എന്നാലും ആ സിനിമയിൽ കൊടുത്തേക്കുന്ന ഡെഡിക്കേഷൻ അത് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പഠിക്കണം. ദിസ് മൂവി ആദ്യം റിലീസ് ചെയ്തപ്പം ഫിലിം റോളിലാണ് എടുത്തുകൊണ്ടിരുന്നത്. ഐ തിങ്ക് നൗ ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. ഐ തിങ്ക് 2001 ഓൾമോസ്റ്റ് ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി കഴിഞ്ഞിട്ടാണ് ഈ ഗ്ലാഡിയേറ്റർ 2 വന്നേക്കുന്നത്. സ്റ്റിൽ ആ ഡയറക്ടറിൻ്റെ ഡെഡിക്കേഷൻ ടു ഈച്ച് ആൻഡ് എവറി സീൻ, ടു ഈച്ച് ആൻഡ് എവറി ആക്ഷൻ ആയിരുന്നാലും സിനിമാറ്റോഗ്രഫി ആയിരുന്നാലും വാട്ട് എവർ ബീറ്റ്, ഒരു പക്ക ക്യാപ്റ്റൻ ഓഫ് ദ ഫിലിം എന്ന് പറയാൻ പറ്റുന്നൊരു വ്യക്തി തന്നെയാണ് റിഡ്ലി സ്കോട്ട്. ഞാൻ പറഞ്ഞ പോലെ ഷുഡ് ബി ഇൻ ഹിസ് ലേറ്റ് 80s. ഓൾ ദി യങ് ഡയറക്ടേഴ്സ് ഷുഡ് ലേൺ ഫ്രം ഹിം. അത് ഇറസ്പെക്റ്റീവ് വെദർ ഇറ്റ്സ് ഇംഗ്ലീഷ് ഓർ ഹിന്ദി ഓർ മലയാളം അല്ലെങ്കിൽ തമിഴ്. ഇറ്റ്സ് എൻ ആബ്സല്യൂട്ട് ഒരു വ്യക്തിയുടെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുക ഇത്രയും വർഷം തന്നെ, മോട്ടിവേഷൻ ആൻഡ് ഡെഡിക്കേഷൻ ടു ദ ക്രാഫ്റ്റ്, അതിനുവേണ്ടി മാത്രം വന്ന് ഈ സിനിമ കാണാം. സിനിമ ഓവറോൾ ഇസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്. ഒരു ക്ലാസിക്, ആ ഒരു റോമൻ എംപയറും റേജ്, റെബല്യൻ, അതിനെക്കുറിച്ച് ഡെപിക്റ്റ് ചെയ്യുന്നൊരു മൂവി തന്നെയാണ്. ഡ്രാമയുണ്ട്, ആക്ഷനുണ്ട്. ആൻഡ് ഒരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂപ്പർ എഡിറ്റിംഗ്. 2.5 hours ഉണ്ടെങ്കിൽ ദ മൂവി ഈസ് വെരി പേസി. നമ്മൾ കൂടുതൽ ബോറടിപ്പിക്കാത്ത രീതിയിൽ ഓരോ സീൻ ഇങ്ങനെ മാറി പോകുന്നുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു ദ ഡയറക്ടർ. ഐ ഗിവ്
2 thumbs up to the director Ridley Scott. Even at this age, if he's able to enthuse a person like this, hats off. Gladiator 2 നല്ലൊരു വാച്ചാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഷുഡ് ബി ഗുഡ്. അവർ 3D ഇറക്കിയിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ കിടിലാവുമായിരുന്നു തോന്നുന്നു.